ദൈവമേ, അവിടെ നിന്ന് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തന്നിട്ടേ ഉള്ളൂ. ഒന്നിനും പിഴ തന്നിട്ടില്ല. അതേപോലെ യാദവേട്ടനെ മാത്രം എന്റെ സ്വന്തമാക്കി തന്നേക്കണേ ദൈവമേ. കുട്ടി കണ്ണു തുറക്ക്. ഒരാണിന് വേണ്ടി ഒരിക്കലും പെൺകുട്ടി കരയരുത്. പൂജാരി എന്താണ് പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടിയുടെ നക്ഷത്രം ഭാര്യയുടെ നക്ഷത്രം അല്ലേ? സർവ്വതും ഭഗവതിയുടെ നക്ഷത്രം. ആൺകുട്ടിയുടേത് അശ്വതി നക്ഷത്രം. ഭരണിയും അശ്വതി 100ൽ 100 പൊരുത്തം. എല്ലാം ഇനി കടക്കുന്നതേ ഉള്ളൂ. അറിയാം. അങ്ങ് പറയണതല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാ യാദവേട്ടനൊന്നും ഓർമ്മയില്ലാത്ത? ദേവാൻഷി തന്റെ പ്രണയം തിരിച്ചറിയാൻ. ഓ, ദേവാൻഷി അല്ലല്ലോ, ദേവയാമി. തുളസി അങ്ങനെയെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാ എന്റെ അഗ്നി മാത്രമെല്ലാം തിരിച്ചറിയാത്ത? എനിക്കെല്ലാം അറിയുന്ന അവൻ അറിയാത്ത എന്തുകൊണ്ടാ? അവന് വേണ്ടി ദേവയാമി വർഷങ്ങളായിട്ട്. ദേവയാമി, നിന്റെ കാത്തിരിപ്പിൽ ഒടുക്കമെത്താറായിരിക്കുന്നു. അങ്ങ് എന്താണ് പറയണത്? വർഷങ്ങളായിട്ടും ജന്മങ്ങളായിട്ടും കാത്തിരുന്നിട്ട് എന്തുകൊണ്ടാണ് അഗ്നിക്ക് മാത്രം അഗ്നിയുടെ ദേവയാമിനെ തിരിച്ചറിയാൻ കഴിയാഞ്ഞത്? ദേവയാമി, പുനർജന്മം എന്നും പുനർജന്മമാണ്. നിന്റെ കാത്തിരിപ്പിൻ ഒടുവിൽ അവസാനത്തെ പുനർജന്മമാണിത്. ഈ പ്രാവശ്യമെങ്കിലും നിന്റെ അഗ്നിനെ നീ സ്വന്തമാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഒരു ജന്മത്തിൽ നടക്കില്ല. പൂജാരി, അപ്പൊ അങ്ങ് പറയണത് ഇത് അഗ്നിയുടെ അവസാനത്തെ പുനർജന്മമാണോ? ദേവയാമി, നിന്റെ പ്രണയം അഗ്നി പെട്ടെന്ന് തിരിച്ചറിയണമെന്നില്ല. അവനെ കഴിഞ്ഞ ജന്മത്തിലും വശീകരിക്കാൻ ശ്രമിച്ച ദേവി ഈ വർഷവും വന്നിരിക്കും. അതിനാൽ ഈ വർഷം അവൾ പുനർജനിച്ചിരിക്കുന്നു അവന് വേണ്ടി. പക്ഷെ നീ അവനെ അവൾക്ക് നൽകാൻ പാടില്ല. കാരണം അവൾ നിന്റെ സഹോദരിയായിരുന്നു, നിന്റെ സ്വന്തം സഹോദരി. അവളെ ഒരിക്കലും നീ അവന് വിട്ടുകൊടുക്കാൻ പാടില്ല. നിനക്ക് അവസാന ജന്മം വരെ സമയം തന്നിരിക്കുന്നു. ഇതാണ് അവസാന ജന്മം. ഈ ജന്മത്തിലും നീ അവനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ മണ്ണോട് മണ്ണാകും. പൂജാരി, എന്നെ കൊണ്ട് എന്റെ അഗ്നിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. എല്ലാ ജന്മവും അവൾക്ക് വേണ്ടി മാത്രം ഞാൻ എന്റെ അഗ്നിയെ വിട്ടുകൊടുത്ത് എന്റെ ജീവിതം ഞാൻ കളഞ്ഞിരിക്കുന്നു. ഈ പ്രാവശ്യം എന്റെ കൂടെ സഹായത്തിന് എന്നെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ അഗ്നിയെ നേടാൻ ശ്രമിക്കാനാ ദൈവമേ. വരും. നിന്നെ രക്ഷിക്കാൻ ഇനി ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇളകനന്ദ. പൂജാരി, അവൾ ഈ ജന്മം എവിടെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എന്റെ കൂടെ എല്ലാ ജന്മത്തിലും ഉണ്ടായിരുന്നു. അവസാന ജന്മത്തിൽ മാത്രം എന്താ എന്റെ കൂടെ ഇളകനന്ദ ഇല്ലാത്ത? ആര് പറഞ്ഞു ഇളകനന്ദ നിന്റെ കൂടെ ഇല്ലാന്ന്? പക്ഷെ അവളിന്റെ അടുത്ത് ഇളകനന്ദയെ പോലെ സംസാരിച്ചിട്ടില്ല. ആര് പറഞ്ഞു ഇളകനന്ദ നിന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല? അവള് സംസാരിച്ചിട്ടുമുണ്ട്. നിന്റെ അടുത്ത് പല ഭാവത്തിലുള്ള ശ്രമിച്ചിട്ടുമുണ്ട്. നിനക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ദേവയാമി. അറിഞ്ഞിരുന്നെങ്കിൽ നീ തന്നെ ചിന്തിച്ചു നോക്ക് ദേവയാമി. ഇളകനന്ദ നിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? നീ എന്താ എന്നെ വിളിച്ചേ? എന്റെ പൊന്നു ദേവൂട്ടി വന്നു വന്ന് നിനക്ക് ബോധം പോയോ? ഞാൻ ദേവു തന്നെ വിളിച്ചേ. നീ എന്താടി ചിന്തിക്കണേ? ഞാനിവിടെ വാട്ട്പാടിലൊരു സ്റ്റോറി വായിച്ചിരുന്നു. അത് ഞാൻ ചിന്തിക്കായിരുന്നു. ദേവയാമി ലവ് അഗ്നി എന്നാൽ എന്താണെന്നാണ് ഞാൻ ചിന്തിക്കണേ. പക്ഷേ ആ കഥ ഞാൻ നേരത്തെ എവിടെ കേട്ടിട്ടുണ്ട്. അതെവിടാന്ന്? അത് അവളായിരുന്നു. തന്റെ നിഴലിനെ പാതി അടുത്തുണ്ടായിട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അല്ലേ ദേവയാമി? ഇളകനന്ദനെ തിരിച്ചറിയണമെങ്കിൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? എത്ര മിനിറ്റ് വേണേലും വെയിറ്റ് ചെയ്യാം.
എൻ്റെ ഇളകനന്ദനെ എനിക്ക് കണ്ടാൽ മതി. അവസാന ജന്മത്തിലെങ്കിലും നേരിട്ട്. സ്വാമി, അങ്ങെന്തിനായിരുന്നു എന്നെ വർത്തിച്ചത്? ഇളകനന്ദ, ദേവയാമി, അങ്ങ് തിരിച്ചു വന്നിരിക്കുന്നു ഇളകനന്ദയ്ക്ക് വേണ്ടി. ഇളകനന്ദയെ കാണാനാണ് അവസാനം അങ്ങ് തിരിച്ചു വന്നു. ഇളകനന്ദ, എനിക്കെന്തോ പോലെ തോന്നുന്നു. എനിക്ക് ഇളകനന്ദ, അഗ്നിയുടെ പത്നിയെ തിരിഞ്ഞു വരാൻ സമയമായിരിക്കുന്നു. അവസാനം എന്റെ ദേവയാമയുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവാണ്. അതോ ഇവിടുന്ന് ആരംഭിക്കുക? ഇളകനന്ദ, ഇത് വെറും തുടക്കം മാത്രമാണ്. ദേവയാമി, ദേവയാമി, ആ ദേവയാമി, എനിക്കിപ്പോ നിന്നെ കാണണം. ദേവയാമി, നീ എവിടെ? ദേവയാമി, ആ ആ ആ മോനെ, എന്താണ്? എനിക്ക് ആടാ മോനെ, എണിക്കട വേഗം. എന്താ അന്ന് ആ പൂജാരി പറഞ്ഞു ഓർക്കുന്നുണ്ട്? ഓർമ്മ തിരിച്ചു വരുമ്പോ അവന്റെ ബോധം പോകുന്നു. എന്റെ മോനെന്താ പറ്റിയ പോലെ? നമുക്ക് പെട്ടെന്ന് പൂജാരിയുടെ അടുത്ത് പോവാം. വാ. കാരണം മിനിറ്റ് കുറച്ച് ഇടുള്ളൂ. ആരും ഇഷ്ടപ്പെട്ട് കാണുന്നത് ഞാൻ കരുതുന്നു. ഇനി എപ്പിസോഡിന് മിനിറ്റ് കുറവായിരിക്കും എന്നൊരു പരാതി വേണ്ട. നിങ്ങൾ അതിന്റെ കണ്ടോളൂ.